ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ ഒരു മാസം നോർവേ ഓട്ടം കഴിഞ്ഞ് ഞാൻ പോളണ്ടിലേക്ക് പോകണം. നോർവേ മതിയായി. ഐസിൽ കിടന്ന് പൂണ്ട് വിളയാടി വേണ്ട, ഇതൊക്കെ ഐസാണ്. ഐസ് ഇങ്ങനെ കൂട്ടിയിട്ടാണ് വണ്ടികളൊക്കെ, ഒരു വിധപ്പെട്ട വണ്ടികളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇടണേ. വേണ്ട, ഐസാണ്ടാ കിടക്കണത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ടേക്കണേ. കാരണമൊന്നുമല്ല, സ്റ്റാർട്ടാവില്ല. -16. സിഗരറ്റ് വലിക്കണ്ട, വായിന്ന് പോകാനാണ്. ശ്വാസം കൂടെയൊക്കെ പുക പോയിക്കൊണ്ടിരിക്കുകയാണ് വായിന്നൊക്കെ. അതാണ് ഇവിടുത്തെ തണുത്ത് മരവിച്ചുള്ള ജീവിതമാണ്. ആഹാ. അപ്പോൾ ഇന്നത്തോടുകൂടി നോർവേ അവസാനിപ്പിക്കണേ. അപ്പോൾ ഒരു വീഡിയോ കൂടി ഇട്ടുതരാം. നോർവേന്ന് ഇന്നലെ രാത്രിയല്ല പകല് റോഡ് കയറ്റിയിട്ട് വന്ന വീഡിയോയോടുകൂടി നോർവേനോട് വിട പറയുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ പുതിയ വണ്ടി, പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഇതാണ് ഇപ്പോൾ നോർവേയിലെ അവസ്ഥ. -21. ഐസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസാണ്. ഇജാതി ഐസ്. ഇത് എത്ര നാളുകൊണ്ട് ഇതൊന്ന് ഉരുകി തീർന്നു പോണേ എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. അതേപോലെ ഐസാണ്. ശരി, ഇവിടെയൊക്കെ താമസിക്കണവരെ സമ്മതിക്കണം. പതിയെ പോകാൻ പറ്റുള്ളൂ. വണ്ടി ചുമ്മാ തെന്നി പോളൂ. റൗണ്ട് ഔട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. റൗണ്ട് ഔട്ടൊന്നും കാണാനില്ല ഐസ് കാരണം. ഉണ്ട് ചെറുതായിട്ട്. അമ്മേ, നല്ല രസമാണ് ഇതിൽ കൂടെ ഒക്കെ വണ്ടി ഓടിച്ച് പോകാനായിട്ട്. ഓഫ് റോഡ് ഡ്രൈവിംഗ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു മൂഡിലാണ് നിൽക്കണേ. നല്ല രസമാണ്. കാറുകളും വീടുകളിൽ നിന്നൊന്നും ഇറക്കാൻ പറ്റില്ല. അതേപോലെ ഐസ് ആയിട്ട് കിടക്കാണ് വീട്ടിലേക്ക് കയറുന്ന വഴികളൊക്കെ. ട്രാക്ടറുകൾ ഇങ്ങനെ വഴി കൂടെ നടപ്പുണ്ട്, ഐസ് തോണ്ടി. അത് കാരണം പിന്നെയും ഇവര് തോണ്ടും, പിന്നെയും വരും. നല്ല കാറ്റുമുണ്ട്. വൈപ്പർമൊക്കെ ഐസ് ഇരുന്നിട്ട് പാർക്കലിട്ട് ഉറക്കണ സൗണ്ട് പോലെ. ആ കാറുകാരനോട് പോകാൻ പറഞ്ഞിട്ട് അവൻ പോണില്ല. ഓ ചേച്ചി പൊയ്ക്കോ, എൻ്റെ പിറകെ കിടന്ന് എഴയാൻ നിൽക്കണ്ട. തിരിയുമ്പോഴൊക്കെ വണ്ടി കയ്യിൽ നിന്ന് പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട്. In 500 meters, turn left. Prepare to turn left after 450 meters. എന്താ ഐസ്. നോർവേയിലൊക്കെ ഉള്ളൂ കേട്ടോ ഇത്രയും പ്രശ്നം. നോർവേ സ്വീഡനൊക്കെ ഉള്ളൂ ഇത്രയും ഐസ്. മറ്റു രാജ്യങ്ങളൊക്കെ പെയ്താലും അങ്ങോട്ട് 1-2 ദിവസം കഴിയുമ്പോഴേക്കും അങ്ങോട്ട് പോകും. ഇതൊക്കെ മാസങ്ങൾ നിൽക്കും. ഈ ഐസൊക്കെ പോകണമെങ്കിൽ കഴിഞ്ഞപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് അവസാനം, ഏപ്രിൽ ആദ്യമൊക്കെ ആകുമ്പോഴേക്കാം ഐസൊക്കെ ഒരുവിധം റോഡിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെ പോയി തീരുള്ളൂ. ചെറിയ ഒരു കയറ്റം വരുന്നുണ്ട്. കയറ്റമൊക്കെയാണ് പ്രശ്നം. പിന്നെ നല്ല ലോഡുള്ള കാരണം ഒരു 25 ടണ്ണ് ലോഡുണ്ട്. അത് കാരണം വലിയ കുഴപ്പമില്ലാണ്ട് കയറി പോയിക്കോളും. കാലുവണ്ടിയാണെങ്കിൽ ഇതേപോലെയുള്ള കയറ്റങ്ങളൊക്കെ വരുമ്പോൾ കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോട്ടെ. എന്നിട്ടും ലോഡ് വണ്ടിയായിട്ട് ചെറുതായിട്ട് സ്ലിപ്പായി കളിക്കുക. ബ്ലാക്ക് ഐസ.
കേറണ്ടില്ലേ? കേറണി മുത്തേ. കറങ്ങി കളിക്കുമ്പോ നമുക്കറിയാൻ പറ്റും. വണ്ടി കിടന്ന് വെറുതെ ചാട്ടം മാത്രമേ ഉള്ളൂ. രക്ഷപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വലിയ കുഴപ്പമില്ലാണ്ട് കയറി. ഒരാള് നടത്തണ കാറ്റത്ത് ഭയങ്കര സ്പീഡിൽ പോണ്. കാറ്റും കൊണ്ട് പോണ ആളെ. ഈ സമയത്തൊക്കെ വല്ല വഴിയൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പെട്ടു. In 600 meters, at the roundabout, take the third exit. നല്ല കുളിരും ചെറുതൊക്കെ അടിച്ച് എല്ലായിടത്തും കിടന്ന് ഉറങ്ങാണ്ട് യൂറോപ്പിലൊന്ന് പണിക്ക് വന്ന് ഉള്ള അവസ്ഥ കണ്ടില്ലേ? എന്തിനു പറയാനാ? പ്രാരാബ്ദവും കഷ്ടപ്പാടുമായിട്ട് നാട്ടിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. ആളുകൾ യൂറോപ്പിൽ കയറി വരും. ഇവിടെ വന്നു കഴിയുമ്പോഴുള്ള അവസ്ഥ ഇതാണ്. ഇന്ന് ഹൈവേയിലേക്ക് ഒന്ന് കടന്നിട്ട് കഴിഞ്ഞാൽ പകുതി ആശ്വാസം ഉണ്ടാവും. ഹൈവേ എത്തണ വരെ ഇത് തന്നെ അവസ്ഥ. വേണ്ട വീടുകളിലേക്കൊന്നും കാർ എടുക്കാനോ കാറ് കയറ്റാനോ ഒന്നും പറ്റില്ല. മൊത്തം ഐസ് ഇങ്ങനെ കൂട്ടിയിട്ടേക്കണേ. റോഡ് സൈഡും ഇതൊക്കെ മല പോലെ കൂട്ടിയിട്ടേക്കാണ് എല്ലായിടത്തും. രക്ഷയില്ല. അധികം നേരം വീഡിയോ എടുക്കണില്ല. എന്തായാലും വീട്ടിലൊക്കെ താമസിക്കുന്ന ആളുകൾ സമ്മതിക്കണം കേട്ടോ. ഇവരൊന്നും പുറത്തേക്ക് ഇറങ്ങില്ലെന്ന് തോന്നണേ. വീടിൻ്റെ ഉള്ളിൽ തീയിട്ട് കാഞ്ഞു ഇരിക്കണം. എല്ലാ വീടിൻ്റെ മുകളിലൊരു പോക്കോല് കണ്ടോ? പുക കൊണ്ടതില്ല. അവർ തീ കാഞ്ഞിട്ടിരിക്കണേ. നമ്മളെപ്പോലുള്ളവർ ഇവിടെ നിന്ന് പണിയെടുക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, അടിപൊളി.